2, 3, come on. ജിജാസ് വേളിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കുട്ടികളുടെ തലയിലെ താരനും അതുപോലെ തന്നെ പേൻ്റെ ശല്യവും. നമുക്ക് ഈ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ആവശ്യമായിട്ടുള്ളത് മെയിനായിട്ടും വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ടയുണ്ട്. പിന്നെ കുറച്ച് ഇത്രയുള്ള ഒരു വെളുത്തുള്ളി ഇഞ്ചിയാണ്. ഇഞ്ചി പിന്നെ 7 കഷ്ണം. നമ്മുടെ മുടിയുടെ അളവനുസരിച്ച് വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 പേർക്കുള്ള ഒരു അളവിലാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല അറിയാമല്ലോ എല്ലാവർക്കും. പിന്നെ തുളസി ഇല. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഈ 3 സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ഇടുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ തുളസി ഇല ഇതും കൂടെ നമ്മൾ ഇടുന്നതേ ഉള്ളൂ. നമുക്ക് വീട്ടിലുള്ളത് തന്നെയാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചുകൊണ്ട് വരാം ആദ്യം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇത് തുളസിയും ആര്യവേപ്പിലയും കൂടെ അതിനകത്തിട്ട് അരച്ച് നമുക്ക് അത് പിഴിഞ്ഞ് പേസ്റ്റ് എടുത്തോണ്ട് വരാം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ തലയിലെല്ലാം
എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. കവർ മറ്റേ നമ്മുടെ ഹെഡ് ക്യാപ്പ് ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. അതിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിടുന്നത്. ഇതിടുമ്പോൾ നന്നായിട്ട് ശരിക്കും അകത്ത് സ്റ്റീമും ആവും. നമ്മൾ സ്റ്റീം ചെയ്യാതെ തന്നെ നമ്മുടെ തല നന്നായിട്ട് സ്റ്റീമായിട്ടിരിക്കും. നമ്മൾ കഴുകാൻ നേരത്ത് മാത്രമേ ഇത് ഊരി മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ ഇത് സ്വന്തമായിട്ട് എങ്ങനെയാണ് ഇടുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും